Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? Yes. വെച്ചോ? Vado. വായിച്ചു നോക്കിയോ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എക്സ്റ്റേണൽ സോഴ്സസ് ആയിരുന്നു. അതില് ഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ഡയറക്റ്റ് മെത്തേഡ്സ്? ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഡയറക്റ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാല് ഏതൊക്കെയാ വരുന്നത് ഡയറക്റ്റ് മെത്തേഡ്സില്? ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ആരും വായിച്ചില്ലേ? ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, പിന്നേതാ? സ്കൗട്ടിങ്, അതുപോലെ നെക്സ്റ്റ് ഏതാണ്? റിക്രൂട്ട്മെന്റ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ് അല്ലെ? ഓക്കെ. ഇനി ഇൻഡയറക്റ്റോ? ഇൻഡയറക്റ്റ് മെത്തേഡിൽ എന്തൊക്കെയാ വരുന്നത്? ഇൻഡയറക്റ്റ് മെത്തേഡില് അഡ്വർടൈസിങ്, അതുപോലെ തന്നെ എന്താണ്? എംപ്ലോയി ട്രേഡ് യൂണിയൻ അല്ലെ? എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ ഓർ ക്ലബ്, അതുപോലെ പ്രൊഫഷണൽ അസോസിയേഷൻസ്, അതർ റെപ്യൂട്ടഡ് ഫേംസ്. ഓക്കെ, ഇത്ര വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് അല്ലെ നമ്മള്? ഇനി നെക്സ്റ്റ് എക്സ്റ്റേണൽ സോഴ്സസ് ആണ് തേർഡ് പാർട്ടി മെത്തേഡ്. Third party methods which are most common are as follows. First one എന്താണ്? Private employment agencies. First one ആണ് private employment agencies. They are used extensively and charge very little fee from an applicant. They focus on specific occupations such as general office help, salesman, technical workers, accountants, computer staffs, engineers, and executives. These private agencies work a middleman between employee and employers. എന്താണ് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ ഈ കൺസൾട്ടൻസി സർവീസ് അറിയോ? നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് മിസ്, മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺസൾട്ടൻസി സർവീസ് അതിലെങ്ങനെയാണ് നമ്മൾ പറയോ അല്ലെ? രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് യോജിച്ച ജോബ് അല്ലെങ്കിൽ നമ്മൾ ഏതാണ് ക്വാളിഫിക്കേഷൻ അതിനനുസരിച്ചുള്ള വാക്കൻസീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ അറിയിക്കും അല്ലെ? അങ്ങനെയാണോ? ഓക്കെ, ഈ നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോയി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടി. അങ്ങനെ ജോലി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? നമ്മള് ചിലപ്പോൾ ഒരു 3 മാസം അല്ലെങ്കിൽ 5 മാസം വരെ ഒരു നിശ്ചിത ശതമാനം എമൗണ്ട് നമ്മുടെ സാലറിയിൽ നിന്ന് നിശ്ചിത പെർസെന്റേജ് എമൗണ്ട് ആർക്ക് കൊടുക്കണം? നമ്മള് ആർക്കാ കൊടുക്കേണ്ടേ? ഏജൻസിക്ക് കൊടുക്കണം. വെരി ഗുഡ്, ഏജൻസിക്ക് കൊടുക്കണം അല്ലെ? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി എക്സാമ്പിൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. കൺസൾട്ടൻസി സർവീസ് അവർക്ക് എന്താണ് ഒരു നിശ്ചിത ശതമാനം എമൗണ്ട് ഈ ഏജൻസിക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യം. ഓക്കെ, അപ്പോ അതാണ് അവിടെ പറയുന്നത്. ഇനി അവർ ഫോക്കസ് ചെയ്യുന്ന ജോലികൾ ഏതൊക്കെയാണ്? സെയിൽസ്മാൻ, അതുപോലെ തന്നെ ടെക്നിക്കൽ വർക്കേഴ്സ്, അക്കൗണ്ടൻസ്, കമ്പ്യൂട്ടർ സ്റ്റാഫ്, എഞ്ചിനീയേഴ്സ്, അങ്ങനെ പല ജോബുകൾ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിപ്പോ ബയോഡാറ്റ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബയോഡാറ്റയോട് മാച്ച് ചെയ്യുന്ന വരുന്ന ജോലി അല്ലെങ്കിൽ ജോബ് വാക്കൻസീസ് ഏതൊക്കെയാണോ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർ വിളിക്കും. മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വിളിച്ചറിയിക്കും. ഇന്റർവ്യൂവിന് പോയി സെലക്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50% എമൗണ്ട്
സാലറിയിൽ നിന്ന് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഓക്കെ, പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് സ്റ്റേറ്റ് ഓർ പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസി. These are also known as, mark ചെയ്ത് വെക്കാം കേട്ടോ. These are also known as employment or labor exchange. These are also known as employment or labor exchange. They provide a clearinghouse for jobs and job information, along with a wide range of services such as counseling, job searching, and information about the labor market, workers, and pay rate. അപ്പോൾ എന്താണ് പറയുന്നത്? സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി അല്ലെങ്കിൽ പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസി എന്ന് പറയുന്നത് എങ്ങനെയാണ്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയാണ് അല്ലെ. നിങ്ങളിപ്പോ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൊക്കെ? അവിടെ എന്താ നടക്കുന്നത്? ഇപ്പോ 10th ഒക്കെ നമ്മൾ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് അവിടെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും അല്ലെ. ഇല്ലേ, രജിസ്റ്റർ ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ സർട്ടിഫിക്കറ്റ് +2 ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ആഡ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ അങ്ങനെ? ജോബ് കിട്ടാനായിട്ട് അല്ലെ. നമ്മൾ പഠിച്ചിരിക്കുന്നത് ബികോം ആണെങ്കിൽ ബികോം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോബ് വന്നിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? എന്ത് ചെയ്യും അവര്? നമ്മളെ അറിയിക്കുമോ അല്ലെ? അറിയിക്കാറുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ജോബൊക്കെ? എന്തെങ്കിലും ജോബ് 6 മാസത്തേക്കോ അല്ലെങ്കിൽ ഓക്കെ, സീനിയോറിറ്റി അനുസരിച്ച് വരും. സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണ്. ഇല്ല, എല്ലാരും രജിസ്റ്റർ ചെയ്തിട്ടില്ലേ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൊക്കെ? ഇന്റർവ്യൂവിന് വിളിച്ചു, എന്നിട്ട് എന്ത് പറ്റി? എന്തൊക്കെ റിന്യൂ ചെയ്യാത്ത? ഓക്കെ, സാരമില്ല, നെക്സ്റ്റ് നമുക്ക് നോക്കാട്ടോ. വിഷമിക്കേണ്ട ആവശ്യമില്ല, സാരമില്ല. എക്സ്പീരിയൻസ് ആണ് ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, എങ്ങനെയാണ് ഇന്റർവ്യൂ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് എന്താണ് സ്റ്റേറ്റ് ആൻഡ് പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസീസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തന്നെയാണ്. നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഓരോ സർട്ടിഫിക്കറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. 6 മന്തോ 1 ഇയർ ഒക്കെ ആയിട്ടായിരിക്കും അവർ വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ സാലറി കുറവായിരിക്കും, ചിലവർ പോകാറില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോ ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി പല ആളുകൾക്കും ജോലി കിട്ടുന്നുണ്ട്. ചിലപ്പോൾ 6 മന്ത് ആയിരിക്കാം അവർ വിളിക്കുന്നത്. അങ്ങനെ ക്ലിയർ ആയില്ലേ? അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് എന്താണ് ജോബിനെ കുറിച്ച്, അതുപോലെ തന്നെ എന്താണ് പല ഇൻഫർമേഷൻ ജോബിനെ കുറിച്ച്, നമ്മുടെ ഡീറ്റെയിൽസ്, അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരാറുണ്ട്. ഓക്കെ, അതാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസിയിൽ എക്സാമ്പിൾ നിങ്ങൾ എഴുതിയില്ലേ, കൺസൾട്ടൻസി സർവീസ് കേട്ടോ. അതുപോലെ തന്നെ അതിന്റെ ലാസ്റ്റ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. പ്രൈവറ്റ് ഏജൻസി വർക്കേഴ്സ് മിഡിൽ മാൻ ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയേഴ്സ്. അതുപോലെ തന്നെ ഫസ്റ്റ് ലൈനും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ദേ ആർ യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ആൻഡ് ചാർജ് വെരി ലിറ്റിൽ ഫീ ഫ്രം ആൻ അപ്ലിക്കന്റ്. ഓക്കെ, മാർക്ക് ചെയ്തോ? ഇനി നെക്സ്റ്റ് ആണ്, മാർക്ക് ചെയ്തോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് ആണ് സ്കൂൾസ്, കോളേജസ് ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ. All these provide opportunities for recruiting their students. These general and technical or professional institutions provide blue collar, white collar and managerial personnel. എന്തായിരിക്കും സ്കൂൾ, കോളേജസ് ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാല്? വെരി ഗുഡ്, ക്യാമ്പസ് പ്ലേസ്മെന്റ് അല്ലെ. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്.
പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കൂൾസുകള് അതുപോലെ തന്നെ കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിയിൽ നിന്ന് ഒരാളുകളെ പറഞ്ഞു വിടും അല്ലെ. അങ്ങനെ അവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകും അല്ലെ. ഓക്കെ, അങ്ങനെയാണ് അല്ലെ. ഇനി ബ്ലൂ കോളർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? വൈറ്റ് കോളർ ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്തായിരിക്കാം, അറിയോ എന്താണെന്ന്? ബ്ലൂ കോളർ വർക്കേഴ്സ് ആൻഡ് വൈറ്റ് കോളർ എന്തായിരിക്കാം? എന്താണ് ഉദ്ദേശിക്കുന്നത് ബ്ലൂ കോളർ എന്ന് പറഞ്ഞാല്? മിസ് പറയാട്ടോ. ബ്ലൂ കോളർ വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസില് എഴുതിയെടുത്തോളൂ കേട്ടോ. ഓഫീസ് ക്രമീകരണത്തിന് പുറത്തുള്ള ജോബ്. ഓക്കെ, ഓഫീസ് സംബന്ധമായിട്ടുള്ളതല്ല, ഓഫീസിന് പുറത്തുള്ള ജോബ്, അതിനെയാണ് ബ്ലൂ കോളർ ജോബ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ, പ്ലംബേഴ്സ്, പ്ലംബർ ഉണ്ട്, വെൽഡർ, ട്രക്ക് ഡ്രൈവർ, ഇലക്ട്രീഷ്യൻസ്. ഓക്കെ, ഇവരുമായിട്ട് ബന്ധപ്പെട്ട ജോബാണ് ബ്ലൂ കോളർ ജോബ് എന്ന് പറയുന്നത് കേട്ടോ. കിട്ടിയോ? ഓഫീസ് ക്രമീകരണത്തിന് പുറത്തുള്ള ജോബ്, ഓഫീസുമായിട്ട് ബന്ധപ്പെടാത്ത പ്ലംബർ, വെൽഡർ, ട്രക്ക് ഡ്രൈവർ, ഇലക്ട്രീഷ്യൻസ്, ഇതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. വൈറ്റ് കോളർ എന്തായിരിക്കും? നേരെ മറിച്ചായിരിക്കും അല്ലെ. വൈറ്റ് കോളർ എന്തായിരിക്കും? ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ. ഓക്കെ, മാനേജർ, പ്രൊഫഷണൽസ് ഓർ അഡ്മിനിസ്ട്രേഷൻ റോളുകൾ കൈകാര്യം ചെയ്യുന്ന ജോബ്. ഓക്കെ, അതിനെയാണ് നമ്മൾ വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്നത് കേട്ടോ. ഇവരുടെ ജോലികള് കൂടുതലായിട്ട് ഓഫീസിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ പരിശീലനവും ഈ ജോബിന് അത്യാവശ്യമാണ്. അപ്പൊ പറഞ്ഞത് വൈറ്റ് കോളർ ജോബിനെ കുറിച്ചാണ് കേട്ടോ. കിട്ടിയോ വൈറ്റ് കോളറും ആൻഡ് ബ്ലൂ കോളറും? ഇനി വൈറ്റ് കോളർ ജോബിൽ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് വരുന്നത്? അക്കൗണ്ടൻസ്, അതുപോലെ ലോയർ, എഞ്ചിനീയേഴ്സ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ്. ഓക്കെ, മനസ്സിലായില്ലേ? ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ജോബ്. ഓക്കെ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് professional organizations or recruiting firm or executive recruiters. They give either information records about employed executives. These consulting firms suggest highly competent individuals for managerial, marketing and production engineers post. അപ്പോ ഇത് സെയിം ആയിട്ട് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ, പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്, അതുപോലെ തന്നെ ഒരു സെയിം കൺസെപ്റ്റ് ആണ് ഇതിലും പറയുന്നത് കേട്ടോ. എന്താണ്? പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഓർ റിക്രൂട്ടിംഗ് ഫേം ഓർ എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സ്. നമ്മൾ പറഞ്ഞില്ലേ എന്താണ്? കൺസൾട്ടൻസി സർവീസ് പോലുള്ളത് കേട്ടോ. ഇവിടെ എക്സാമ്പിൾ അത് തന്നെ നമുക്ക് പറയാം. അപ്പോ ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻസിന് അവരുടെ എന്താണ് ഓർഗനൈസേഷന്റെ നീഡ്സും ആവശ്യങ്ങളും അനുസരിച്ച് ഒരു ആളെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവര് എവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സർവീസിനെ കൺസൾട്ടൻസി സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കൺസൾട്ടൻസി സർവീസിൽ കുറെ ബയോഡാറ്റകൾ ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് മാച്ച് ആയിട്ടുള്ള ബയോഡാറ്റ എടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ജോലിയിലേക്ക് ആളുകളെ കോൺടാക്ട് ചെയ്യുന്നു. മനസ്സിലായോ? അവിടെ നടക്കുന്ന പ്രോസസ് എന്താണെന്ന്?
പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് ഈ കൺസൾട്ടൻസി സർവീസ് പോലുള്ള ഏജൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, കോണ്ടാക്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്നും പല ബയോഡാറ്റകൾ ഉണ്ടാകും അല്ലെ, അവരിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള അവരുടെ യോജിച്ചതായിട്ടുള്ള ബയോഡാറ്റകൾ സെലക്ട് ചെയ്തുകൊണ്ട് ആ കാൻഡിഡേറ്റ്സിനെ കോണ്ടാക്ട് ചെയ്യും. ജോബിലേക്ക് ജോബ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ക്ലിയർ ആണോ? ഇനി ട്രേഡ് യൂണിയൻ. നെക്സ്റ്റ് ആണ് ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയൻസ് ഓഫർ manual and skilled workers in sufficient quantity. In a few organizations, formal agreements are made to give priority to the candidates recommended by the trade unions during the recruitment process. എന്തറിയാലോ, ഒരു യൂണിയൻസ് അല്ലെ, ട്രേഡ് യൂണിയൻസ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ റെക്കമെൻഡേഷൻ ഒക്കെ നടത്താറുണ്ടല്ലേ. ഓരോ യൂണിയനുമായിട്ട് കോൺടാക്ട് ഒക്കെ ചെയ്ത് അവരുമായിട്ട് ഒരു ഫോർമൽ എഗ്രിമെന്റ് വെച്ച് ഒരു നിശ്ചിത ശതമാനം തുക അവർക്ക് നമ്മൾ കൊടുക്കാറില്ലേ? എന്താണ്, മാനേജ്മെന്റ് രീതിയിലൊക്കെ നമ്മൾ കയറാറില്ലേ? ഇപ്പോ ടീച്ചിങ് ജോബ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കയറാറുണ്ടല്ലേ. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അവരുമായിട്ട് യൂണിയൻസുമായിട്ട് ഒരു ഫോർമൽ എഗ്രിമെന്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നിശ്ചിത തുക കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ക്വാളിറ്റിയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നു. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ആണ് കാഷ്വൽ ലേബർ ഓർ അപ്ലിക്കൻസ് അറ്റ് ദി ഗേറ്റ്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. കാഷ്വൽ ലേബർ ഓർ അപ്ലിക്കൻസ് അറ്റ് ദി ഗേറ്റ്. Many industries are dependent on the casual labor who daily marks his presence on factory gate or employment office. എന്താണ്, നമ്മൾ ഫാക്ടറി ഗേറ്റിന്റെ കാര്യം നമ്മൾ മുൻപ് പഠിച്ചതാണ് അല്ലെ. ഒരു ഫാക്ടറിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലേക്ക് ഇത്ര ആളുകളെ ആവശ്യമായിട്ട്, ആ ദിവസം ഇത്ര ആളുകളെ ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ ഒരു 10 പേഴ്സൺസിനെ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും, ഫാക്ടറി ഗേറ്റിന്റെ ഫ്രണ്ടിൽ അവര് പോസ്റ്റ് ചെയ്യും അല്ലെ, ഇത്ര ആളുകളെ ജോലിക്ക് ആവശ്യമാണ്. നിങ്ങളെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഈ ബംഗാളീസ് ഒക്കെ ഓർഗനൈസേഷനിലോട്ട് ഡെയിലി വേജിന് വേണ്ടിയിട്ട് ജോലിക്ക് എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ചിലപ്പോ കുറെ ആളുകൾ ഉണ്ടാവും. അതിനകത്ത് നിന്ന് അവർക്ക് ഇപ്പൊ 10 ആളുകളെ വേണമെന്നുണ്ടെങ്കിൽ 10 പേരെ ഇഷ്ടമുള്ള ആളുകളെ നോക്കി സെലക്ട് ചെയ്തെടുത്തുകൊണ്ട് പോകും. ഓക്കെ, മനസ്സിലായോ? എന്നിട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യിപ്പിച്ച് ഡെയിലി വേജ് കൊടുത്ത് അവരെ പറഞ്ഞു വിടും. ഓക്കെ, മനസ്സിലായില്ലേ? അതാണ് അവിടെ നടക്കുന്നത് കേട്ടോ. ഇനി എന്താണ് അൺകൺസോളിഡേറ്റഡ് അപ്ലിക്കേഷൻസ്. There are certain job posts. Job posts for which small numbers of candidates apply. In such case, organizations can search the application from of those candidates who have approached the organization for the vacancies available by their own. എന്താണ് അൺകൺസോളിഡേറ്റഡ് അപ്ലിക്കേഷൻസ് അല്ലെ, ഏകീകൃതമല്ലാത്ത അപേക്ഷകൾ, അപ്ലിക്കേഷൻസ്. ഓക്കെ, അതെന്താണ്, ഇപ്പൊ ഒരു കുറച്ച് ആളുകൾ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ് ഉണ്ടാവും. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, കുസാറ്റിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിനെ ആവശ്യമായിട്ട് വന്നു. അപ്പോ ഒരു 10 അല്ലെങ്കിൽ ഒരു 5 ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അവിടെ എന്താണ്, ഒരാള് മാത്രം ആവശ്യമായിട്ട് വരുള്ളൂ അല്ലെ, ഒരാള് മാത്രമാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോ ഒരു 10 ആളുകൾ അല്ലെങ്കിൽ ഒരു 5 ആളുകൾ അപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാല് അവരെങ്ങനെയാ തിരഞ്ഞെടുക്കുന്നത്? അതിൽ നിന്ന് കുറച്ച് ആളുകൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലേ അത്, ഇല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണ്, അങ്ങനെ തിരഞ്ഞെടുക്കുന്നത് 5 ആളുകൾ അപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും അവര് തിരഞ്ഞെടുക്കുന്നത് ഏത് ബേസിലായിരിക്കാം?
ഒന്നല്ലെങ്കിൽ എക്സ്പീരിയൻസിന്റെ, വെരി ഗുഡ്, എന്താണ് എക്സ്പീരിയൻസിന്റെ ബേസിലായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് നല്ല നോളജും സ്കില്ലും നമ്മൾ നോക്കാറുണ്ടല്ലേ. ടീച്ചിങ് സ്കിൽ ആയതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് എന്തോന്ന് നോക്കാറുണ്ട്. ഇപ്പൊ എവിടെയും എന്താണ് ജോലിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് എക്സ്പീരിയൻസ് ആണ് അല്ലെ. കൂടുതലും എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് അവിടെ സെലക്ട് ചെയ്യുന്നത്. കാര്യം പിടികിട്ടിയാണ് എന്താണെന്നുള്ളത്, കുറച്ച് ആളുകൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ്സ് ഉണ്ടാവും. ആ ജോബ്സിൽ ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെയാണ്, എക്സ്പീരിയൻസ് ബേസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റിയുള്ള സ്കില്ലുള്ള എബിലിറ്റിയുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നു. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളും ഇപ്പൊ ഇങ്ങനെ കുസാറ്റില് ഇങ്ങനെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ വേക്കൻസി വന്നപ്പോ അവളും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് കിട്ടിയില്ല. എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് അതിൽ സെലക്ട് ചെയ്തത്. ഓക്കെ, മനസ്സിലായോ? അൺകൺസോളിഡേറ്റഡ് അപ്ലിക്കേഷൻസ്. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ എഴുതി വെച്ചാൽ മതി കേട്ടോ, പെട്ടെന്ന് ക്യാച്ച് ആവും നിങ്ങൾക്ക്. ഇത്രയും വരെ എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. കിട്ടിയില്ലല്ലേ? റെക്കമെൻഡേഷൻ വേണം. ഓക്കെ, എവിടെയും റെക്കമെൻഡേഷന്റെ കാര്യങ്ങളാണല്ലോ. പിന്നെ പൈസ കൊടുത്ത് കയറിയാല് പൈസ ഉള്ളവര് വിജയിച്ചു അല്ലേ? പൈസ ഉണ്ടെങ്കിൽ മാനേജ്മെന്റ് ഹോട്ടലിലൊക്കെ കയറാം. ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ കേട്ടോ, ഇത്രയും വരെ. തേർഡില് എ തുടങ്ങി എഫ് വരെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. സി പറയണോ? ആ, സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂള്, കോളേജസ്, അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ ആളുകളെ സെലക്ട് ചെയ്യുന്നത്, സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ പറയുന്നത് അവിടെ എന്താണ്, ഡിഫറെന്റ് ജോബ്സ് പറയുന്നുണ്ട്, ഡിഫറെന്റ് ടൈപ്സ്. എന്താണ്, വൈറ്റ് കോളാറ്, ബ്ലൂ കോളാറ്, അതുപോലെ തന്നെ വൈറ്റ് കോളാറ്. ബ്ലൂ കോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധമില്ലാത്ത, ഓഫീസിന് പുറത്തുള്ള ജോലി കേട്ടോ. അതുപോലെ തന്നെ വൈറ്റ് കോളർ എന്ന് പറഞ്ഞാൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ജോലി. അങ്ങനെയും ജോലികൾ സ്റ്റുഡൻസിന് കിട്ടാം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, 2 പോയിന്റ്സും കൂടി അതിനകത്ത് നമുക്ക് പറയാനുള്ളൂ കേട്ടോ. തേർഡ് പാർട്ടിയിൽ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആണ് എച്ച് ആണ് പറയുന്നത്, വോളണ്ടറി ഓർഗനൈസേഷൻസ്.
These organizations, such as private clubs and social organizations, might also supply employees like who are physically handicapped, widowed, or married women, aged person, retired people, etc. എന്താണ് വോളണ്ടറി ഓർഗനൈസേഷൻ? ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഈ കുടുംബശ്രീയിലൊക്കെ ഉണ്ടോ ഇവിടെയുള്ള ആളുകള്? നമ്മുടെ സ്റ്റുഡൻസ് കുടുംബശ്രീയിലുള്ളവരാണോ? ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ കുടുംബശ്രീയിലുള്ളവർക്ക് ഇങ്ങനെ പഞ്ചായത്തിൽ ജോലിയൊക്കെ കിട്ടുന്നത് കേട്ടിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ അങ്ങനെ? ഉണ്ടോ? പഞ്ചായത്തിൽ ജോലി കിട്ടാം, അതുപോലെ പല പല ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ എന്താണ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകള്, അതുപോലെ വിധവകള്, അതുപോലെ മാരീഡ് വുമൺ, ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ റിട്ടയർഡ് ആയിട്ടുള്ള പീപ്പിൾസിനൊക്കെ ആയുർവേദത്തിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ എവിടെ എന്ത് വോളണ്ടറി ഓർഗനൈസേഷനില് മെമ്പേഴ്സ് ആയിരിക്കണം. കുടുംബശ്രീയില് മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കാണ് ജോലി കിട്ടുന്നത്, അല്ലെ? ഇല്ലേ? അല്ലാതെ വെറുതെ വഴി കൂടി പോണ ആളുകൾക്ക് ജോലി കൊടുക്കാറുണ്ടോ അവര്? ഈ ഇങ്ങനെയുള്ള അസോസിയേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ കുടുംബശ്രീയിലൊക്കെ അംഗങ്ങളായിരിക്കണം എന്ന് പ്രത്യേകം പറയാറില്ലേ? ഉണ്ടോ? ജോലിയുടെ അപേക്ഷ ക്ഷണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഇങ്ങനെയുള്ള കുടുംബശ്രീയിലൊക്കെ അംഗങ്ങളായിരിക്കണം, അവർക്കാണ് ജോലി ലഭിക്കുന്നത്. കേട്ടിട്ടില്ലേ? അല്ല, കേൾക്കാത്തവരെ അമ്മമാരോടൊക്കെ ചോദിച്ചു നോക്കാം. അങ്ങനെ കിട്ടാറുണ്ട് പഞ്ചായത്തില്. അതുപോലെ ADS എന്നുള്ളത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? അതിലൊക്കെ അംഗങ്ങളായിട്ടുള്ളവർക്കൊക്കെ പലതരത്തിലുള്ള ജോബ് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ ഹരിതകർമ്മസേന, ഇല്ലേ? അതൊക്കെ എന്താണ്, ഇങ്ങനെയുള്ള കുടുംബശ്രീ വഴിയാണ് കിട്ടുന്നത് വിധവകളായിട്ടുള്ളവർക്കൊക്കെ. ഓക്കെ, മനസ്സിലായില്ലേ? അവർക്കും ഇങ്ങനെയുള്ള ഇതില് കുടുംബശ്രീയിൽ അംഗങ്ങളായിരിക്കണം എന്നുള്ള ഇതുണ്ട് കേട്ടോ. അങ്ങനെയുള്ള അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കാണ് ഇങ്ങനെ അവര് ജോലി കൊടുക്കുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് ആണ് കമ്പ്യൂട്ടർ ഡാറ്റ ബാങ്ക്സ്. When a company needs a specific type of employees, okay, job descriptions and job specifications are uploaded into the computer, where they are matched the resume data stored therein. എന്താ പറയുന്നത്? കമ്പ്യൂട്ടർ ഡാറ്റ ബാങ്ക്സ് എന്ന് പറഞ്ഞാല് എന്താ വായിച്ചപ്പോ മനസ്സിലായത്? എന്താണ്? കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെ? ജോബ് സ്പെസിഫിക്കേഷനെ കുറിച്ചും ജോബ് ഇന്നതാണ് ഡ്യൂട്ടി, അതുപോലെയുള്ള എല്ലാ ഡീറ്റെയിൽസിനെ കുറിച്ചും എന്തിൽ അപ്ലോഡ് ചെയ്യും കമ്പനീസ്? എന്തിൽ അപ്ലോഡ് ചെയ്യണത്? കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യും, അല്ലെ? ഓക്കെ, അത് കണ്ട് എന്ത് ചെയ്യുന്നത്? മാച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ബയോഡാറ്റയുള്ള ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്? ജോലിക്കായിട്ട് എടുക്കുന്നു. ഇന്റർവ്യൂ എടുത്ത് അവർക്ക് മാച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ ഓർഗനൈസേഷനിൽ യോജിച്ചതായിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെ സെലക്ട് ചെയ്യുന്നു. മനസ്സിലായോ? കമ്പ്യൂട്ടറില് ജോബ് അല്ലെങ്കിൽ ജോബിന്റെ വേക്കൻസി ഉണ്ട് എന്നുള്ളത് അപ്ലോഡ് ചെയ്ത് എന്ത് ചെയ്തെടുക്കുന്നു? ബയോഡാറ്റകൾ മാച്ച് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അവർ ഇന്റർവ്യൂ ക്ഷണിച്ച് ഇന്റർവ്യൂ നടത്തി അവരുടെ കമ്പനിക്ക് യോജിച്ചതായിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ എന്താണ് കാൻഡിഡേറ്റ് ആണെങ്കിൽ അവരെ എന്ത് ചെയ്തെടുക്കുന്നു? സെലക്ട് ചെയ്യുന്നു. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇവിടെ പറഞ്ഞതാണ് അൺകൺസോൾട്ടേറ്റഡ് അപ്ലിക്കേഷൻസ്. ജസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞാണ്. ഓക്കെ, തേർഡ് പാർട്ടിയിൽ വരുന്നത് ഏതൊക്കെയാണ്? പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി, എക്സാമ്പിൾ എഴുതിയിട്ടില്ലേ? കൺസൾട്ടൻസി സർവീസസ്, അതുപോലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സ്കൂൾ, കോളേജസ് ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് ഓർ റിക്രൂട്ടിംഗ് ഫേംസ് ഓർ എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സ്. നമ്മളെ കൺസൾട്ടൻസി ഏജൻസി പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടത്തുന്നത്.
അതിൽ നിന്ന് ബയോഡാക്റ്റുകളെ മാച്ച് ചെയ്തെടുത്ത് അവരെന്ത് ചെയ്യുന്നു, ഇന്റർവ്യൂ ക്ഷണിച്ച് സെലക്ട് ചെയ്യുന്നു ആളുകളെ. ട്രേഡ് യൂണിയൻ അറിയാലോ, ഫോർമൽ എഗ്രിമെന്റ് വെച്ചിട്ട് അവർക്ക് ഒരു നിശ്ചിത എമൗണ്ട് കൊടുത്ത് ജോലിയിലേക്ക് കയറുന്നു. അതുപോലെ തന്നെ കാഷ്വൽ ലേബർ എന്നറിയാലോ, നമ്മൾ എന്താണ് ഫാക്ടറി ഗേറ്റിന്റെ മുൻപില് അവർക്ക് വേണ്ടതായിട്ടുള്ള എന്താണ് വേക്കൻസി അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ജോലിക്ക് വേണം എന്നുള്ള നോട്ടീസ് അവിടെ പോസ്റ്റ് ചെയ്യുന്നു. അത്രയും ആളുകളെ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ സെലക്ട് ചെയ്ത് ഡെയിലി വേജ് ആയിട്ട് കൊടുക്കുന്നു. ഇനി എന്താണ് അൺകൺസോളിഡേറ്റഡ് അപ്ലിക്കേഷൻ, നമുക്കറിയാം എന്താണ് സാറ്റിന്റെ എക്സാമ്പിൾ മിസ് പറഞ്ഞല്ലേ, അസിസ്റ്റന്റ് പ്രൊഫസറെ ആവശ്യമായിട്ട് വരുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ അവർ സെലക്ട് ചെയ്തത്. കുറച്ച് ആളുകൾക്ക് മാത്രം എന്താണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ് ഉണ്ടാവും. അതിനകത്ത് നിന്ന് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളെ നോക്കിയിട്ട് അവർക്ക് യോജിച്ചതായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ സെലക്ട് ചെയ്യും. ഇനി വോളണ്ടറി ഓർഗനൈസേഷൻ അറിയാലോ, ആ കുടുംബശ്രീയുടെ എക്സാമ്പിൾ ഓർക്കാം. അതിനകത്ത് അവർ അംഗമായിരിക്കണം, എന്നിരുന്നാൽ മാത്രമേ അവർക്ക് ജോലി കിട്ടുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഡാറ്റ ബാങ്ക്സ് അല്ലെ, കമ്പ്യൂട്ടറിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഓരോ ഓർഗനൈസേഷന്റെയും വേക്കൻസീസ് ഇന്നതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ, അതുപോലെ ജോബ് സ്പെസിഫിക്കേഷൻ ഒക്കെ അവർ അപ്ലോഡ് ചെയ്യുന്നു. അതിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ തെരഞ്ഞെടുത്തുകൊണ്ട് അതിന്റെ റെസ്യൂമ മാച്ച് ആണോ എന്നുള്ളത് നോക്കിയിട്ട് അവരെ സെലക്ട് ചെയ്ത് ഇന്റർവ്യൂ ക്ഷണിച്ച് ജോബിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും വരെ തേർഡ് പാർട്ടി മെത്തേഡ്? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ്. എന്തായിരിക്കാം മെറിറ്റ്സ്? ഫസ്റ്റ് വൺ ആണ് വൈഡ് ചോയ്സ് അല്ലെ. നമുക്കറിയാം എക്സ്റ്റേണൽ ചോയ്സ് ഈ എന്താണ് ഇന്റേണൽ സോഴ്സ് ആണെങ്കിൽ നമുക്ക് ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന് മാത്രമാണ് നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇതെന്താണ്, എക്സ്റ്റേണൽ ആണ്, ഓർഗനൈസേഷന് പുറത്തായത് കൊണ്ട് തന്നെ വൈഡ് ആയിട്ട് വൈഡ് റേഞ്ച് ഓഫ് അപ്ലിക്കൻസ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് ഉണ്ടാവില്ലേ, ഉണ്ടാവില്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ആളുകളെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാം ഓർഗനൈസേഷന് പുറത്ത് നിന്നുകൊണ്ട്. എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റില്ലേ? ക്ലിയർ ആണോ സൗണ്ട്? നോക്കിയേ, wide choice. Organizations can freely choose the candidates from a huge pool of applicants. നമ്മൾ പറഞ്ഞതാണല്ലേ, വൈഡ് ചോയ്സ് ആണ്. എന്ത് കാരണം? എക്സ്റ്റേണൽ സോഴ്സസ് കാരണം ഓർഗനൈസേഷന് ഫ്രീ ആയിട്ട് നമുക്ക് എന്താണ് ഓർഗനൈസേഷൻ പുറത്ത് നിന്ന് കാൻഡിഡേറ്റ്സിനെ അവർക്ക് capable ആയിട്ടുള്ള ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ചോയ്സ്. ഇനി എന്താണ് സെക്കൻഡ് വൺ? ഇൻജെക്ഷൻ ഓഫ് ഫ്രഷ് talent. People with unique skills and knowledge can be selected to energize the present employees and incorporate creative method of working. എന്തായിരിക്കാം ഇൻജെക്ഷൻ ഓഫ് ഫ്രഷ് ടാലൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മുടെ കമ്പനിയിലേക്ക് എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്ന്, കമ്പനിക്ക് പുറത്ത് നിന്ന് നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കാം പ്രത്യേകത, അല്ലെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടാവും നമ്മുടെ കമ്പനിക്ക്? ഓൾറെഡി കുറെ ആളുകൾ ഉണ്ട്, കുറെ ആളുകൾ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി കമ്പനിക്ക് പുറത്ത് നിന്ന് ഒരു വേക്കൻസി വന്നപ്പോ കമ്പനിക്ക് പുറത്ത് നിന്ന് ഒരു മോർ ടാലന്റഡ് ആയിട്ടുള്ള ആളെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് ന്യൂ സ്കിൽസ്, ലേറ്റസ്റ്റ് നോളജ് ഉണ്ടാവും. വെരി ഗുഡ്. പിന്നെന്തായിരിക്കാം? എന്തെങ്കിലും ഉണ്ടോ കമന്റ്സ്? ഡെവലപ്മെന്റ് ഉണ്ടാവും, പുതിയ ആശയങ്ങൾ ഉണ്ടാവും. വെരി ഗുഡ്. എന്തൊക്കെയുണ്ടാവും? ചിന്തിച്ചു നോക്കിയേ, എന്തെങ്കിലും പറയാനുണ്ടോ?
ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? കമ്പനിക്ക് പുറത്തു നിന്ന് നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്യുന്ന പേഴ്സൺസ് ഉണ്ടാവും അല്ലെ, അവരുമായിട്ട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും? പുതിയ ആശയങ്ങൾ കൊടുക്കാൻ പറ്റും അല്ലെ, പുതിയ പുതിയ ഇന്നോവേഷൻസ് കൊടുക്കാൻ പറ്റും. അവരുടെ സ്കിൽസും നോളജും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ലേ ഈ ടാലന്റേഴ്സ് കാരണം, അല്ലെങ്കിൽ ഈ ഇദ്ദേഹം കാരണം നമുക്ക് അവരില് പുതിയ പുതിയ സ്കില്ലുകള് നോളജുകൾ വളർത്തിയെടുക്കാൻ പറ്റില്ലേ? എക്സ്പീരിയൻസ് കിട്ടും. ഓക്കെ, അതാണ് പറയുന്നത് കേട്ടോ, ഇൻജെക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റ്. അറിയാലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നെക്സ്റ്റ് ആണ് മോട്ടിവേഷണൽ ഫോഴ്സ്. ഇന്റേണൽ എംപ്ലോയീസ് ആർ എൻകറേജ്ഡ് ടു വർക്ക് ഹാർഡ് ആൻഡ് compete with the external candidates in searching career growth. A highly competitive environment like this would assist an employee to work to the best of his ability and as he can. എന്താ പറയുന്നത്? മോട്ടിവേഷണൽ ഫോഴ്സ് അല്ലേ? എന്തായിരിക്കാം മോട്ടിവേഷൻ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണല്ലോ. എന്താണ് മോട്ടിവേഷൻ? എന്തായിരിക്കും? മോട്ടിവേഷൻ പ്രചോദനം കൊടുക്കുക അല്ലെ? പ്രചോദനം നമ്മുടെ കമ്പനിയിൽ എക്സിസ്റ്റിംഗ് ഉള്ള ആളുകളെ അല്ലെങ്കിൽ കമ്പനിക്കുള്ളിലുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ പ്രചോദനം പരിപോഷിപ്പിക്കുക. പ്രചോദനം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം? അവരെ നല്ല രീതിയിൽ അവരുടെ ഹാർഡ് വർക്ക് ചെയ്യും അല്ലെ, അവരുടെ വർക്കിൽ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മറ്റാളുകളുമായിട്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും, വെരി ഗുഡ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. മറ്റാളുകളുമായിട്ട് കോമ്പീറ്റില് അല്ലെ, എന്താണ് നല്ല രീതിയിൽ കോമ്പീറ്റന്റ് ആയിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ അവരുടെ വർക്ക് നല്ല രീതിയിൽ തുടർന്നുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. അച്ചീവ് നെക്സ്റ്റ് ലെവൽ അച്ചീവ് ആവാൻ സാധിക്കും. ഹൈലി കോമ്പറ്റീഷൻ ബിറ്റ്വീൻ എംപ്ലോയീസ്, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. നല്ല രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ എംപ്ലോയീസിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ലോങ് ടേം ബെനിഫിറ്റ്സ്? ഇഫ് competent individuals will join the organization, they can generate new ideas. This can create a competitive atmosphere which would force employees to give out their best and benefit, get promotions, etc. എന്തായിരിക്കാം ലോങ് ടേം ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ? എക്സ്റ്റേണൽ സോഴ്സില് ലോങ് ടേം ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? അഭിപ്രായം തന്നെ. ലോങ് ടൈം ബെനിഫിറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു ന്യൂ എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് എന്തായിരിക്കാം ലോങ് ടൈം ബെനിഫിറ്റ്? എങ്ങനെയായിരിക്കാം കണക്ട് ചെയ്യാൻ പറ്റുക? ഒരു ന്യൂ എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ലോങ് ടൈം ബെനിഫിറ്റ് ഉണ്ടാകുന്നത്? ഓക്കെ, നോളജ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതുപോലെ തന്നെ ഗുഡ് ഐഡിയാസ്, ന്യൂ ഐഡിയാസ് ഉണ്ടെങ്കിൽ ടാലന്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ആപ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് നമ്മുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് എന്തുണ്ടാവും? പല കാര്യങ്ങൾക്കും ന്യൂ ഐഡിയാസ് ഉണ്ടാവും അല്ലെ. അതുവഴി കമ്പനിക്ക് എന്താണ് ഉയർച്ചയിലെത്താൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് വെരി ഗുഡ് എഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റും അല്ലെ. വെരി ഗുഡ്. കോസ്റ്റ് റിഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലോങ് ടൈം ബെനിഫിറ്റ് ഉണ്ടാക്കാം. ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് റിഡ്യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണല്ലേ കമ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. എന്ത് കുറച്ചുകൊണ്ട്? മിനിമം കോസ്റ്റില് കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അവന് എന്താണ്? അപ്പൊ മറ്റുള്ളവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ സ്കില്ല് നോളജ് വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പെർഫോം ചെയ്യുകയാണെങ്കിൽ പ്രമോഷനും അർഹനാകും.
ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ലോങ് ടേം ബെനിഫിറ്റിൽ പറയുന്നത്. അപ്പൊ 4 കാര്യങ്ങളാണ് നമ്മൾ മെറിറ്റ്സിൽ പഠിച്ചത്. ഇതൊക്കെയാണ് വൈഡ് ചോയ്സ്, അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റ്, മോട്ടിവേഷണൽ ഫോഴ്സ്, ലോങ് ടേം ബെനിഫിറ്റ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മെറിറ്റ്സില്? നെക്സ്റ്റ് നോക്കാം, demerits ഓഫ് എക്സ്റ്റേണൽ സോഴ്സ്. ഓക്കെ ആണോ മെറിറ്റ്സ്? ഓക്കെ, നെക്സ്റ്റ് ആണ് demerits ഓഫ് എക്സ്റ്റേണൽ സോഴ്സ്. ഫസ്റ്റ് വൺ എന്താണ്? എക്സ്പെൻസീവ്. Using various sources of recruitment is not easy work. Hiring cost may increase significantly. എന്താ പറയുന്നത്? എക്സ്റ്റെൻസീവ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എക്സ്പെൻസീവ് ആണ് എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? കാരണം എന്തായിരിക്കും? എന്തായിരിക്കാം കാരണം? റിക്രൂട്ട്മെന്റ് കോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ പഠിച്ചു അല്ലെ, ഇന്റേണലിലാണെങ്കിൽ വേക്കൻസികൾ ഉള്ള സ്ഥലത്തേക്ക് ഇന്റേണലി ഉള്ള ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഫില്ല് ചെയ്ത് ഇടാറുണ്ട് അല്ലെ. ഓക്കെ, വെരി ഗുഡ്. അഡ്വർടൈസ്മെന്റ് കോസ്റ്റ്. പക്ഷേ എക്സ്റ്റെൻസീവ് സോഴ്സസില് റിക്രൂട്ട്മെന്റ് ഒരാളെ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല കോസ്റ്റും വരുന്നതെന്ന് പഠിച്ചു. എംപ്ലോയർക്ക് കോസ്റ്റ്, സാലറി കൊടുക്കണം, അതുപോലെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കോസ്റ്റ്, ചിലവ് കൂടുതലാണ്. അതുകൊണ്ടാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എക്സ്പെൻസീവ് ആണ് പറയാനുള്ള കാരണം. മനസ്സിലായോ? ഓക്കെ, ഇനി എന്താണ്? ടൈം കൺസ്യൂമിങ്. നമുക്കറിയാം അല്ലെ, നോക്കിക്കോളൂ. അഡ്വർടൈസിംഗ്, സ്ക്രീനിങ്, ടെസ്റ്റിംഗ് ആൻഡ് സെലക്ടിംഗ് ദ റൈറ്റ് എംപ്ലോയീസ് ഈസ് ദി ടൈം കൺസ്യൂമിങ് പ്രോസസ്. The whole procedure need to be repeated if the right candidates is not found. എന്തറിയാം? എന്താണ്? ടൈം കൺസ്യൂമിങ് ആണല്ലേ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാല്. എന്താണ് പറയുന്നത്? കമ്പനിയിൽ ഒരു വാക്കൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കൻസിയിൽ നിന്ന് നമ്മൾ എന്ത് കൊടുക്കണം? ആഡ് കൊടുക്കണം അല്ലെ. പേപ്പറിൽ കൊടുക്കാം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കൊടുക്കാം. സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുക്കുമ്പോൾ പലതരത്തിലുള്ള പോസ്റ്റ് വരുന്നുണ്ട്. ഇപ്പൊ എന്താണ്, ഡിസൈനർക്ക് നമ്മൾ സാലറി കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. അതുപോലെ സ്ക്രീനിങ് നടത്താനായിട്ട് പരസ്യം കൊടുക്കുക, ഇന്റർവ്യൂ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്.
അങ്ങനെയാണ് നമുക്ക് എന്താണ് അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, മനസ്സിലായോ? അതാണ് എക്സ്പെൻസീവ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ആണെന്ന് പറയുന്നത്. ഇന്റേണൽ സോഴ്സിലാണെങ്കിൽ എങ്ങനെയാണ്, അവിടെ ഇപ്പോ ഉള്ളിൽ തന്നെ വേക്കൻസികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ എടുത്ത് ഫില്ല് ചെയ്യണം അല്ലെ. എന്താണ് പ്രത്യേകമായിട്ട് ടൈം ഒന്നും പോകില്ല, ടൈം ചിലപ്പോൾ കുറച്ച് പോയിരിക്കും അല്ലെ, കുറച്ച് ചിലപ്പോൾ ടൈം വേണം. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഇത്രയ്ക്ക് എക്സ്റ്റേണൽ സോഴ്സിന്റെ അത്രയ്ക്ക് നമുക്ക് ടൈം ഒന്നും വരുന്നില്ല. ക്ലിയർ ആയോ? ഇനി എന്താണ് ഡീമോട്ടിവേറ്റിംഗ്. present employees who have given a lot of time in service may oppose the process of recruiting vacancies from outside the organization. The feeling that their service has not been valued by the organization demotivates them and they start losing interest in performing the job. എന്താണ് ഡീമോട്ടിവേറ്റ് എന്ന് പറഞ്ഞാല്? എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. എക്സാമ്പിൾ പറയുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ആവുന്നുണ്ട്. ഒരു കമ്പനിയിലേക്ക് ഒരു മാനേജറെ ആവശ്യമായിട്ട് വന്നു. ഓക്കെ, മാനേജറെ ആവശ്യമായിട്ട് വരുമ്പോ ഉത്സാഹപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോ മാനേജറെ ആവശ്യമായിട്ട് വരുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് പുറത്ത് നിന്ന് ആളുകളെ സെലക്ട് ചെയ്യുന്നു. അപ്പോ എക്സിസ്റ്റിംഗ് കമ്പനിയിലെ ഉള്ളിലുള്ള ആളുകൾക്ക് അപ്പൊ അവരുടെ ഒരു ചോദ്യം വരാം അല്ലെ, എന്തുകൊണ്ട് ഞങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്തുകൂടാ എന്ന്? എന്തുകൊണ്ടായിരിക്കാം സെലക്ട് ചെയ്യാത്തത്? എന്തുകൊണ്ടായിരിക്കാം? പറയാൻ പറ്റുമോ? എന്തുകൊണ്ടായിരിക്കാം അവരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യാത്തത്? സ്കില്ല് കുറവാകാം. വെരി ഗുഡ്. പിന്നെന്താണ്? അതെന്തുകൊണ്ടാണ് അങ്ങനെ ഔട്ട്സൈഡിൽ എടുക്കുന്നത്? പിന്നെന്തായിരിക്കാം? lack of ability. Okay, internal issues. Okay, പിന്നെ ബിറ്റ്വീൻ സെയിം റാങ്ക്, നോളജ് കുറവായിരിക്കാം. അതുപോലെ തന്നെ ചിലപ്പോ എക്സ്പീരിയൻസ്, വെരി ഗുഡ്, എക്സ്പീരിയൻസ് കുറവുള്ളത് കൊണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാവാം ഈ ഓർഗനൈസേഷനിൽ നിന്ന്, ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആളുകളെ സെലക്ട് ചെയ്യാത്തത്. അപ്പോ ഈ ഉള്ളിലുള്ള ആളുകൾക്ക് എന്ത് തോന്നും? എനിക്ക് തോന്നാറുണ്ട്, ഇങ്ങനെ സെലക്ട് ചെയ്യാതിരിക്കുമ്പോ ഞങ്ങളും ഏബിൾ ആയിട്ടുള്ളവരാണല്ലോ, എന്തുകൊണ്ട് പിന്നെ അവര് സെലക്ട് ചെയ്തില്ല എന്ന് തോന്നുമ്പോ അവരുടെ വർക്കില് അവരെന്ത് ചെയ്യും? വർക്ക് ചെയ്യാൻ തോന്നും അവർക്ക്? അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുമോ അവർക്ക്? ഇല്ല, ഡൗൺ ആവും അല്ലെ. ഓക്കെ, ഇതാണ് ഡീമോട്ടിവേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതന്നെ, ഒരാൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് പ്രശ്നം വരും, അതുകൊണ്ട് ഞാൻ എടുത്തില്ല എന്നുള്ളത്. ഓക്കെ, പ്രോത്സാഹനം കുറയും, അതുകൊണ്ടാണ്. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഡീമോട്ടിവേറ്റിംഗ് എന്ന് പറഞ്ഞാല് ഇനി നെക്സ്റ്റ് ആണ് അൺസർട്ടനിറ്റി. ഓക്കെ, അനിശ്ചിതത്വം. അൺസർട്ടനിറ്റി. ഓക്കെ, കറക്റ്റ് ആണ് വിഷ്ണു. There is uncertainty that the organization will be able to hire the higher candidates. It may end up hiring unsuitable candidates who may not be able to adjust into the new settings. ഇനി നമ്മള് എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്ന്, കമ്പനിക്ക് പുറത്തു നിന്നുകൊണ്ട് ആളുകളെ സെലക്ട് ചെയ്യുമ്പോ എന്തായിരിക്കും സംഭവിക്കുന്നത്? ചിലപ്പോ നമ്മൾക്ക് യോജിച്ചതായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം പ്രശ്നം വരാം? നമ്മള് കോസ്റ്റുകള്, അതുപോലെ തന്നെ ടൈമും ചിലവാക്കി, എക്സ്പെൻസീവ്, അതുപോലെ പലതരത്തിലുള്ള എക്സ്പെൻസീവ് വരുന്നുണ്ട് നമുക്ക്, അതുപോലെ ടൈം കൺസ്യൂമിങ് ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചുകൊണ്ട് എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്ന് ഒരു കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തെടുക്കുമ്പോ ആ കാൻഡിഡേറ്റ്സ് അൺസ്യൂട്ടബിൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഓർഗനൈസേഷന്
നമ്മൾക്ക് യോജിച്ചതായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ടൈം വേസ്റ്റ് ആവും. അതുപോലെ തന്നെ അകത്ത് നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. വർക്ക് കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. വർക്കിന്റെ കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. ഓക്കെ, നല്ല രീതിയിൽ വർക്ക് ഓർഗനൈസേഷൻ പോവില്ല. ഓക്കെ, അപ്പോ നമ്മുടെ എന്താണ് ടൈം അവിടെ പാഴായി. അതുപോലെ തന്നെ അതിനടുത്ത എഫേർട്ട്, അതുപോലെ തന്നെ എന്താണ് കോസ്റ്റ് കൂടുതൽ വരുന്നുണ്ട് അല്ലെ. ഇതൊക്കെ എന്താണ് വേസ്റ്റ് ആകുന്നുണ്ട്. ക്ലിയർ ആയോ? അതാണ് അൺസർട്ടനിറ്റിയിൽ പറയുന്നത് കേട്ടോ. ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ തന്നെ ഫെയിലിയർ ആകും അല്ലെ. നമുക്ക് യോജിച്ചതായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വെരി ഗുഡ്, നഷ്ടം സംഭവിക്കും. ഓക്കെ, അതാണ് അൺസർട്ടനിറ്റിയിൽ പറയുന്നത്. അപ്പോ മെറിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തൊക്കെയാണ് മെറിറ്റ്സിൽ വരുന്നത്? എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിങ്, അതുപോലെ ഡീമോട്ടിവേറ്റിംഗ്, അൺസർട്ടനിറ്റി. പഠിച്ചു നോക്കിയേ. ക്ലിയർ ആയോ? ഡിമെറിറ്റ് ഓക്കെ ആണോ? ഇത്രയും വരെ ന്യൂസ് എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കാൻ ടൈം ഉണ്ടാകും. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും വരെ ഓക്കെ അല്ലേ? വായിച്ച് പഠിച്ചിട്ട് വന്നോ കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.